മന്ത്രങ്ങളോ തന്ത്രങ്ങളോ അറിയില്ലെങ്കിലും ഒരു 12 വയസ്സുകാരൻ്റെ നിഷ്കളങ്കമായ വിളിയേട്ട് ഭഗവാൻ വിഗ്രഹത്തിൽ നിന്നും നേരിട്ടിറങ്ങി വരുമോ? അസാധ്യമെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത് സത്യമായി സംഭവിച്ചിട്ടുണ്ട്. ആരെയും അമ്പരിപ്പിക്കുന്ന ആ അത്ഭുത കഥ നമുക്ക് നോക്കാം. ഭഗവത് കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഭക്തിയുടെയും നിഷ്കളങ്കതയുടെയും പ്രതീകമായ നെന്മേനി ഉണ്ണിയുടെ പുണ്യകഥയാണ്. ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന നെന്മേനി നമ്പൂതിരിക്ക് അത്യാവശ്യമായി പുറത്തു പോകേണ്ടി വന്നു. അന്ന് അമ്പലത്തിലെ പൂജകൾ നിർവഹിക്കാൻ അദ്ദേഹം തൻ്റെ 10 വയസ്സുകാരനായ മകൻ ഉണ്ണിയെ അരികിലേക്ക് വിളിച്ചു. മകനെ, ഇന്ന് നീ വേണം ഭഗവാന് നേദ്യം നൽകാൻ, ഭക്തിയോടെ വേണം കണ്ണന് പായസം വിളമ്പാൻ എന്ന് നിർദ്ദേശിച്ച് അദ്ദേഹം യാത്രയായി. ഉണ്ണി അതീവ സന്തോഷത്തോടെ പായസം തയ്യാറാക്കി ഭഗവാന് മുന്നിൽ വെച്ചു. അച്ഛൻ വിളിക്കുമ്പോൾ കണ്ണൻ വന്ന് കഴിക്കാറുണ്ടെന്ന് ആ കുഞ്ഞു മനസ്സ് വിശ്വസിച്ചിരുന്നു. എന്നാൽ സമയം കുറേ കഴിഞ്ഞിട്ട് വിഗ്രഹം അനങ്ങുന്നതേയില്ല. കണ്ണാ, നീ കഴിച്ചില്ലെങ്കിൽ അച്ഛൻ എന്നെ വഴക്ക് പറയും, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ച് ആ പാവം കുട്ടി വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. ആ നിഷ്കളങ്കമായ കരച്ചിൽ കേട്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു. അത്ഭുതം സംഭവിച്ചു. ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ നിന്ന് സാക്ഷാൽ കൃഷ്ണൻ ഒരു ചെറിയ ബാലന്റെ രൂപത്തിൽ പുറത്തു വന്നു. എന്നിട്ട് ഉണ്ണി നൽകിയ പായസം മുഴുവൻ ചിരിച്ചുകൊണ്ട് കഴിച്ചു തീർത്തു. തൻ്റെ ചങ്ങാതി പായസം കഴിക്കുന്നത് കണ്ട് ഉണ്ണി സന്തോഷവാനായി. അച്ഛൻ തിരിച്ചു വന്നപ്പോൾ പാത്രം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് ഉണ്ണിയെ വഴക്ക് പറഞ്ഞു. ഉണ്ണിയാണ് ആഹാരം കഴിച്ചതെന്ന് തിരുമേനി വിചാരിച്ചു. ഉണ്ണി കള്ളം പറയുകയാണെന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ പെട്ടെന്ന് വിഗ്രഹത്തിൽ നിന്ന് ഒരു അശരീരി മുഴങ്ങി. അവനെ വഴക്ക് പറയണ്ട, പായസം കഴിച്ചത് ഞാനാണ്. വിഗ്രഹത്തിൻ്റെ ചുണ്ടിൽ പായസത്തിൻ്റെ അവശിഷ്ടം കണ്ട് അച്ഛൻ വിറങ്ങലിച്ചു നിന്നു. ഉണ്ണിയുടെ ഭക്തിക്ക് മുന്നിൽ അദ്ദേഹം ശിരസ് നമിച്ചു. നിഷ്കളങ്കമായ സ്നേഹത്തിന് മുന്നിൽ ദൈവം എപ്പോഴും വഴങ്ങിത്തരും എന്ന വലിയ സത്യം ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭഗവത് കഥകളിലെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എല്ലാവരിലും നിറയട്ടെ. ഓം നമോ നാരായണായ നമഃ.